ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഡിസംബർ മാസം 5-ാം തീയതി മുതൽ ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം, നല്ല സമയം ആരംഭിക്കുന്നു എന്ന് പറയാം. ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു വിജയം ലഭിക്കുക, ആ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുക, അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന കാലഘട്ടം, നഷ്ടപ്പെട്ടു എന്ന് കരുതിയിടത്ത് നിന്ന് ജീവിതം വീണ്ടും ഉയർച്ചയിലേക്ക് എത്തുന്ന കാലഘട്ടം, നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുന്ന ഒരു കാലത്തിൻ്റെ, ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമാണ് 6 രാശിക്കാരെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് ഡിസംബർ മാസം 5-ാം തീയതി മുതൽ ഒരു നല്ല കാലഘട്ടം ആരംഭിക്കുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ, ഡിസംബർ മാസം 5-ാം തീയതി ഇപ്പോൾ കർക്കിടകം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ്. വക്രഗതിയിൽ കർക്കിടകം രാശിയിൽ നിന്ന് വക്രഗതിയിൽ വ്യാഴം മിഥുന രാശിയിലേക്ക് എത്തുന്ന കാലഘട്ടം. ഈ ഒരു വക്രഗതി കാലഘട്ടം എന്ന് പറയുന്നത് മിഥുന രാശിയിൽ 2025 ഡിസംബർ മാസം 5-ാം തീയതി മുതൽ 2026 മാർച്ച് മാസം 11-ാം തീയതി വരെയാണ് ഈ ഒരു വക്രഗതിയുടെ കാലഘട്ടം നടക്കുന്നത്. വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് ഡിസംബർ മാസം 5-ാം തീയതി ആ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ ഒരു 6 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നന്മകളാണ് വന്നു ചേരുന്നത്. വക്രഗതി എന്ന് പറഞ്ഞാൽ വ്യാഴം എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. അതിന് നേർ വിപരീതമായി പിറകോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് വക്രഗതി കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിക്കുന്നത് പൊതുവെ വ്യാഴം ഏതൊക്കെ രാശിക്കാർക്കാണോ ഒരു പാപനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണോ അത്രമേൽ ഗുണഫലങ്ങൾ നൽകാത്തത്, ആ രാശിക്കാർക്കാണ് ഈ വക്രഗതി കാലഘട്ടം ഏറ്റവും അനുകൂലമായിട്ട് അനുഭവത്തിൽ വരുന്നത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യാഴം നൽകിയിരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ആ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വിട്ടുമാറുമെന്നുള്ളതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ ആർക്കെങ്കിലും വ്യാഴദശ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ നടക്കുന്നത്, വ്യാഴത്തിൻ്റെ അപഹാരമാണോ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയത്ത് അവരവരുടെ ജനന ജാതകപ്രകാരം അത്ര മോശമല്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ ഒരു ദശ നടക്കുന്നു എന്നുള്ളവർക്കും, അതുപോലെ ഏറ്റവും നല്ലൊരു ജാതകത്തിൽ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി ഏറ്റവും നല്ലൊരു ഗ്രഹത്തിൻ്റെ ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്കുമൊക്കെ ഈ പറയുന്ന ഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരുന്നതുമായിരിക്കും. പൊതുവെ പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അവരവരുടെ ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ കാലഘട്ടങ്ങളിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. വ്യാഴത്തിൻ്റെ വക്രഗതി മൂലം നമുക്കിനി ഏതൊക്കെ രാശിക്കാർക്കാണ് അത്യുത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നത്, എങ്ങനെയുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയും നോക്കാം. ആദ്യം ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. പൊതുവേ ഇടവം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ്. ശുക്രൻ്റെ രാശിയിൽ ജനിക്കുന്നവർക്ക് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹമാണ് ഏറ്റവും വലിയൊരു പാപഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ, പിറകോട്ട് സഞ്ചരിക്കുന്ന വക്രഗതി കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരാണ് ഇടവം രാശിക്കാർ. കാരണം വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമൊക്കെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ബുദ്ധിമുട്ടാണ്. വ്യാഴം എപ്പോഴൊക്കെയാണോ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ആ കാലഘട്ടങ്ങളാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമം. നിങ്ങൾക്ക് പൊതുവെ ഡിസംബർ 5 മുതൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്താണെന്ന് നോക്കിയാൽ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പലർക്കും തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ലഭിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ, കടബാധ്യതകൾ, പ്രയാസങ്ങൾ, മറ്റു ചിലർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ അനുഭവത്തിൽ വന്നിരിക്കാനുള്ള സാധ്യത, അപ്രതീക്ഷിതമായിട്ടൊരു ആശുപത്രി വാസമോ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥകൾ, ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെറുതോ
വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം അനുഭവിച്ചവരാണ് ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. ചിലരെ സംബന്ധിച്ച് തീരെ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും കേസ്, കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെടേണ്ടതായിട്ടുള്ളൊരു അനുഭവം ആ രീതിയിൽ കൂടെ കടന്നു പോകുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കൈകളിലേക്ക് വരുന്ന പണം ശുഭകാര്യങ്ങൾക്കെന്ന് പറഞ്ഞ് ചിലവഴിച്ചാലും അതൊക്കെ അനാപത്ത് ചിലവായിട്ട്, പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. ചെറുതാണെങ്കിൽ പോലും ഒരു സമ്പാദ്യമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും, ചിലർക്ക് ജോലി സംബന്ധം, ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതം, ആരോഗ്യം, സാമ്പത്തിക പ്രയാസങ്ങൾ എന്നു വേണ്ട പലതരത്തിലായിരിക്കും പലർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. നിങ്ങൾ ഇത്രയും നാളും തീരെ പ്രതീക്ഷിക്കാത്ത, നമ്മൾ പറയാറില്ല സ്വപ്നത്തിൽ പോലും കരുതിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ആ പ്രശ്നങ്ങൾ അനുഭവിച്ച വ്യക്തികൾക്ക് അതിൽ നിന്ന് പൂർണ്ണ മാറ്റമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളോ കടബാധ്യതകളോ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പൂർണ്ണമായ മോചനം ലഭിക്കും. നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക വരവ്, ധനവരവ് ലഭിക്കും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് മിഥുനമെന്ന് പറയുന്ന രണ്ടാം ഭാവമായ ധനസ്ഥാനമാണ്. ധനസ്ഥാനത്ത് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് ധനപരമായ മുന്നേറ്റം ലഭിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. അപ്രതീക്ഷിതമായ ധനവരവ് ലഭിക്കും. കുടുംബത്തിൽ സമാധാനം, സന്തോഷം ലഭിക്കുന്ന കാലഘട്ടം. കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും വിട്ടുമാറി ദാമ്പത്യ സുഖം ലഭിക്കുന്ന കാലഘട്ടം. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങളോ അതുപോലെ തന്നെ ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗങ്ങളും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ഭൂമി ഗൃഹയോഗമൊക്കെ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല മതിപ്പ് ലഭിക്കുന്ന ഒരു സമയമാണ്. ധനപരമായ മുന്നേറ്റം ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം ലഭിച്ച് ആരോഗ്യപരമായ മുന്നേറ്റം ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. അനാവശ്യമായ പാഴ്ചിലവുകൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കുക. അതുപോലെ ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വന്നു ചേരും. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇടവം രാശിക്കാർ അനുഭവിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം നിങ്ങളെ കരകയറ്റും എന്നുള്ളതാണ്. ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികളും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളത്. അത് പലർക്കും പലതരത്തിലാണ് എന്നുള്ളത് മാത്രമാണ്. അതിലൊക്കെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലം ലഭിക്കും. മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല മാറ്റങ്ങൾ ലഭിച്ച് ജീവിതത്തിൽ ഒരു ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ലഭിക്കുന്ന തരത്തിൽ ഒരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അത്രമേൽ നല്ലൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഏറ്റവും എടുത്തു പറയുവാനുള്ളത് സാമ്പത്തികമായ ഒരു പുരോഗതി തീർച്ചയായിട്ടും കൈവരും എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ജീവിത വിജയം ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. ഈ ഒരു സമയത്തെ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തു. ഒരുപാട് നല്ല മാറ്റങ്ങൾ, യോഗഫലങ്ങൾ, ജീവിത നേട്ടങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കും. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി വളരെ ഉത്തമമാണ്. പൊതുവെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം ഒരു പാപഗ്രഹമാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ ലഭിച്ചവരാണ് കന്നിരാശിയിൽപ്പെട്ട പലരും. അതും എടുത്തു പറയേണ്ടത് പലരെയും സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ട് അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലൊക്കെ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വ്യാഴം നൽകിയിട്ടുണ്ട്. കന്നിരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെട്ട അനുഭവം ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ ഉണ്ടായി കാണണം. അല്ലെങ്കിൽ ജോലിയിൽ പ്രതീക്ഷിച്ച ഉയർച്ചയോ, ആഗ്രഹിച്ച ഇടത്തേക്കൊരു പ്രൊമോഷൻ, ഒരു സ്ഥാനമാറ്റമോ, ഒരു പദവി ഉയർച്ചയോ ഇതൊന്നും ലഭിക്കാത്ത ഒരനുഭവം പലർക്കും ഉണ്ടായിരുന്നു.
ഒരു ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തി വന്ന വ്യക്തികൾക്കാണെങ്കിലും അതിലൊന്നും പ്രതീക്ഷ വിജയമോ മറ്റു കാര്യങ്ങളോ ലഭിക്കാത്ത അവസ്ഥ, ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ അതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഏത് രീതിയിൽ നോക്കിയാലും അവരവരുടെ കർമ്മം സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ പലർക്കും അനുഭവത്തിൽ വന്ന് കാണണം. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ളതാണ്. മാനസികമായും ശാരീരികമായും അത്രമേലൊരു സുഖം, സമാധാനം, സന്തോഷം കന്നിരാശിയിൽപ്പെട്ട പലർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണെങ്കിലും ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പരിശ്രമങ്ങളൊക്കെ കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലരെയും സംബന്ധിച്ച് വിവാഹമൊക്കെ അവസാന നിമിഷം മുടങ്ങിപ്പോയതോ അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുഭവത്തിലുണ്ട്. അതുപോലെ തന്നെ വിവാഹ, ദാമ്പത്യ, കുടുംബ ജീവിതത്തിൽ പലർക്കും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒരു വേർപിരിവിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ, ജീവിത പങ്കാളികൾ വേർപിരിഞ്ഞിരിക്കേണ്ട അനുഭവം, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി ആദ്യം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇത്രയും കാലം ഒരു ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു കന്നിരാശിയിൽപ്പെട്ട വ്യക്തിക്കാണെങ്കിൽ പോലും അതിലൊക്കെ ഒരു നല്ല മാറ്റമുണ്ടാകും. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ജോലി മാറ്റങ്ങൾ ഒക്കെ ലഭിക്കുന്ന സമയം. വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ ആ ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. എല്ലാവിധത്തിലും കർമ്മസംബന്ധമായ ഒരു നല്ല മാറ്റമാണ് നിങ്ങൾക്ക് ഈ വ്യാഴം നൽകുന്നത്. പ്രത്യേകിച്ച് വ്യാഴം 10ാം ഭാവമായ കർമ്മസ്ഥാനത്താണ്, ആ ജീവന സ്ഥാനത്താണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ഇതോടുകൂടി എല്ലാ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ച് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്കൊക്കെ സമയം വളരെ ഉത്തമമാണ്. ധൈര്യമായി പരിശ്രമിച്ചോളൂ. കർമ്മസംബന്ധമായി നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ളൊരു ഭാഗ്യം, അവസരം വന്നു ചേരും. പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റു പല കാരണങ്ങൾ കൊണ്ട് ജോലി സംബന്ധമായിട്ടൊക്കെ 2 ഇടങ്ങളിലായിട്ട് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്കും ഈ ഒരു കാലഘട്ടങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. മാനസികമായും ശാരീരികമായിട്ടും കന്നിരാശിക്കാർ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തീർച്ചയായിട്ടും വിട്ടുമാറി നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ വിട്ടുമാറും. അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാർക്കും സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വിവാഹമൊക്കെ, ഒരു പുനർവിവാഹവും നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും വ്യാഴത്തിൻ്റെ ഈ വക്രഗതിയിലുള്ള സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാകും. കർമ്മസംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുകയും അതുമൂലം ധാരാളം ധനവരവ് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പ്രത്യേകിച്ച് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നത് കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ തന്നെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് നേട്ടമാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനും നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെ, ജീവനസ്ഥാനത്തിൻ്റെ അധിപതിയും. അപ്പോൾ അങ്ങനെയുള്ള ബുധൻ്റെ മറ്റൊരു രാശിയാണ് മിഥുനം. ആ മിഥുനം രാശിയിലാണ് വ്യാഴം വക്രത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ട് ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടം. നിങ്ങൾ ഏത് ജോലി, തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു കാലഘട്ടത്ത് വന്നു ചേരും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരും. കർമ്മത്തിൽ കൂടെ ഉയർച്ച, കർമ്മത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തുക, അതുമൂലം ധാരാളം ജീവിത വിജയങ്ങൾ ഉണ്ടാവുക, ധനവരവ് ലഭിക്കുക, ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ
വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒക്കെ ഇതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം ഗുണഫലങ്ങൾ വന്നു ചേരും. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടാണെങ്കിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ ലഭിക്കും. നിങ്ങൾക്കൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും ആശങ്കകൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിൻ്റെ ആരോഗ്യം പൂർണ്ണസ്ഥിതിയിലെത്തും. മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നും അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരവരുടെ ജനനജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ പൊതുവെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് ആദ്യം നൽകുന്നത് മാനസികമായിട്ടുള്ള ഒരു മാറ്റമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾക്കൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്നത് പോലെയുള്ള നല്ല അനുഭവങ്ങളാണ് ലഭിക്കുക. പൊതുവെ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും വിട്ടുമാറും. പൊതുവെ വ്യാഴം തുലാം രാശിക്കാർക്ക് അത്രമേൽ പാപനാണ്. പാപനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത്, അതും ബുധൻ്റെ രാശിയായ, നിങ്ങൾക്ക് ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ വ്യാഴത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. പൊതുവെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കും. കടങ്ങൾ, കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ അല്ലെങ്കിൽ എതിർപ്പുകൾ ഒക്കെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാവുക, അതിൽ നിന്ന് പൂർണ്ണമായ മോചനം, മാറ്റം ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. കാരണം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ നെഗറ്റീവുകളും നൽകുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ഭാഗ്യ അനുഭവങ്ങൾ ധാരാളമായിട്ട് ലഭിക്കും. അതും ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ തന്നെ, ഭാഗ്യാധിപതിയുടെ രാശിയായ മിഥുനത്തിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് ആഗ്രഹിച്ച നല്ലൊരു ജോലി ലഭിക്കുന്നത് മുഖാന്തരം, മറ്റു ചിലരെ സംബന്ധിച്ച് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടുമാറി നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ളൊരു സാഹചര്യം ലഭിക്കുക. ചിലരെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം ലഭിക്കുക. അതുപോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ലഭിക്കുന്ന സമയം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കുക. അത് വിദേശ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒക്കെയാകാം. അതുപോലെ തുലാം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദേശ പഠനം, അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഉപരിപഠനം, ഇതിനൊക്കെ ഒരു സാധ്യതയുള്ള സമയം. ഇങ്ങനെ പലതരത്തിലാണ് പലർക്കും ഈ ഒരു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത്. പൊതുവെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, നന്മകൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. തുലാം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ സഹോദരങ്ങളുമായിട്ടൊരു വാക്ക് തർക്കമോ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്നത്, അവരെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് കൂടിച്ചേരുവാനുള്ള ഒരു അവസരം, ഭാഗ്യം വന്നു ചേരുക. സഹോദരങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ വിധത്തിലുള്ള മനപ്രയാസങ്ങളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം. അതുപോലെ മുതിർന്ന സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും. പൊതുവെ ഈ ഒരു സമയം തുലാം രാശിക്കാർക്ക് വളരെ വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം, ഈശ്വരാനുഗ്രഹം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നായിരിക്കും വന്നു ചേരുക. അപ്രതീക്ഷിതമായിട്ട് ധനപരമായ മുന്നേറ്റം ലഭിക്കും. സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുന്ന സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ സമയം വളരെ വളരെ അനുകൂലമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക.
ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലും എല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും. ജീവിതത്തിലൊരു മനസ്സമാധാനം, ഒരു സുഖം, സന്തോഷം ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ ലഭിക്കും. ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി എല്ലാവിധ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമയം ഉത്തമമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. ആ ഗ്രഹം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അഷ്ടമത്തിലാണ് വ്യാഴം വക്രത്തിലെത്തുന്നത്. ഒരു പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അത്ര നല്ല കാലഘട്ടമല്ല, ഗുണഫലം നമുക്ക് ലഭിക്കില്ല. പക്ഷേ ഈ പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, നന്മകൾ ലഭിക്കും. വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മിഥുന രാശി അഷ്ടമ ഭാവമായിട്ടാണ് വരുന്നത്. അപ്പം അഷ്ടമത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായ വ്യാഴം അഷ്ടമത്തിൽ മറയുന്നത് നല്ലതല്ല. പക്ഷേ അഷ്ടമത്തിൽ മറഞ്ഞ് വ്യാഴം വക്രഗതിയിൽ കൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ ഈ കാലഘട്ടത്ത് വന്നു ചേരും. വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലുള്ള ഈ വക്രഗതി സഞ്ചാരം മൂലം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില നന്മകൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ്. അതായത് ഭൂമി സംബന്ധമായിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. ഒരു ഭൂമി വിൽക്കാനുണ്ട്, അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിച്ച്, സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഭൂമി വിൽക്കുവാനുള്ള ഏറ്റവും നല്ല സമയമാണ്. ആ ഭൂമി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് പല പ്രശ്നങ്ങളും വിട്ടുമാറും. അതുപോലെ തന്നെ ഭൂമി വാങ്ങുവാനുള്ളൊരു യോഗവും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. പലർക്കും ഒരു ഭൂമി യോഗവും ഒരു ഗൃഹനിർമ്മാണത്തിനുള്ള കാലഘട്ടവും ഇത് തന്നെയാണ്. പൂർവിക വഴിയിൽ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പൂർവിക വഴിയിൽ ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ വൃശ്ചികം രാശിക്കാർക്ക് അതൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. വ്യാഴം വക്രഗതിയിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ അഷ്ടമത്തിൻ്റേതായിട്ടുള്ള നല്ല ഫലങ്ങളാണ് ലഭിക്കുക. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നന്മകൾ, ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റം ഈ ഒരു സമയത്ത് വൃശ്ചികം രാശിക്കാരെ തേടിയെത്തും. കുടുംബത്തിലും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറി ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ ഒരു നന്മ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. ധനപരമായിട്ടുള്ള ഒരു നേട്ടം ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും എന്നുള്ളതാണ്. സാമ്പത്തികപരമായിട്ട് എത്രമേൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. അഷ്ടമം എന്ന് പറഞ്ഞാൽ ദോഷഫലങ്ങൾ മാത്രം നൽകുന്ന ഭാവമല്ല, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത മറഞ്ഞിരിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു ഭാവവുമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം വൃശ്ചിക രാശിക്കാർക്ക് ധനപരമായ മുന്നേറ്റം, സാമ്പത്തിക ലാഭം ലഭിക്കും. അതുപോലെ ഭൂമിയോഗം, ഗൃഹയോഗം ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിച്ച് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ, കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആകുലതകൾ, വേവലാതികൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടം. അവർക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, അവർ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക, അവരുടെ മംഗല്യഭാഗ്യം, വിവാഹം നടക്കുന്ന സമയം, വിവാഹത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കാലഘട്ടം. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് വൃശ്ചികം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കും. കുറച്ച് കാലങ്ങളായി സന്താനങ്ങളുമായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ആ ഒരു സന്താനങ്ങളുമായി, കുട്ടികളുമായി ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം. വിവാഹം കഴിഞ്ഞ് കുറച്ചധിക കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വൃശ്ചികം രാശിക്കാരുണ്ടെങ്കിൽ സന്താന ഭാഗ്യവും ലഭിക്കുന്ന ഒരു സമയമാണ്. പൊതുവേ വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം, വ്യാഴത്തിൽ നിന്ന് ധാരാളം ഗുണഫലങ്ങൾ, നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും.
അത് സാമ്പത്തികമായും ശാരീരികമായും ദാമ്പത്യപരമായിട്ടുമൊക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് ഈ ഒരു സമയത്ത് ലഭിക്കുകയും മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയവും, നിങ്ങൾ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി സംഭവിക്കും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നടക്കുകയും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളുമായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സഹായകമായിട്ടോ അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള നല്ല മാറ്റത്തിനൊക്കെ കാരണക്കാരായി തീരുന്നത്. ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖമനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ഗുണഫലങ്ങളും നൽകുന്നതാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം എന്ന് മനസ്സിലാക്കുക. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അത്യുത്തമമായ സമയമാണ് ആരംഭിക്കുന്നത്. കാരണം വ്യാഴം നിങ്ങൾക്ക് 6-ാം ഭാവത്തിലാണ്. മിഥുനരാശി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 6-ാം ഭാവം. 6-ാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ അത്യുത്തമമായിട്ടുള്ള കാലഘട്ടമാണ്. പൊതുവേ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് മനോധൈര്യവീര്യ സ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടം എന്ന് പറയാം. മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കും. മനസ്സിന് നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിൽ അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പൂർണ്ണ വിജയത്തിലെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ നിലനിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങളായി സഹോദരങ്ങളുമായിട്ടൊക്കെ വേർപിരിഞ്ഞിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധം കൂടുതൽ ദൃഢമാകും, ശക്തമാകുന്ന കാലഘട്ടവും സഹോദരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുക. നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള, മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം. നിങ്ങൾ ചിലവഴിക്കുന്ന പണം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ അനുഭവത്തിൽ വരുന്ന സമയം. പാഴ്ചിലവുകൾ പൂർണ്ണമായി വിട്ടുമാറും. അതുപോലെ അലച്ചിലുകൾ, പരിശ്രമങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു സുഖം, സ്വസ്ഥത, സമാധാനം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. പലർക്കും കർമ്മസംബന്ധമായിട്ടൊക്കെ അപ്രതീക്ഷിതമായ യാത്രകൾ അനുഭവത്തിൽ വരും. ആ യാത്രകളിൽ കൂടെ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സമയവുമാണ്. കുറച്ചധിക കാലങ്ങളായിട്ട് ഏതെങ്കിലും ഒരു പുണ്യസ്ഥലങ്ങളോ പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യങ്ങൾ ഈ സമയത്ത് വന്നു ചേരും. അതുപോലെ വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സമയം വിദേശ ജോലി ഭാഗ്യവും വിദേശ യാത്രയുമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. പൊതുവെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ അധിപതിയും എല്ലാവിധ നന്മകൾ നൽകുന്ന ഒരു ഗ്രഹവും. ആ ഗ്രഹത്തിൻ്റെ രാശിയായ മിഥുനത്തിലാണ് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ളൊരു മുന്നേറ്റം തീർച്ചയായിട്ടും ലഭിക്കും. കടം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക. അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. ഭാഗ്യമെന്ന് പറയുന്ന പലർക്കും പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്ക് ഒരു നല്ല ജോലി ലഭിക്കുന്നത് മൂലമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള നല്ല ഗുണപ്രദമായ മാറ്റങ്ങളാകാം. മറ്റുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്നത് മൂലം. മറ്റുള്ളവരെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലാണ്. ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് മൂലം കടബാധ്യതകൾ വിട്ടുമാറാനായിട്ട്, ആ കടബാധ്യതകളിൽ നിന്നൊരു മുക്തി ലഭിക്കുക, ആ കടബാധ്യതകൾ പരിഹരിക്കാനുള്ളൊരു മാർഗം, ഒരു ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു കിട്ടുക. ഇങ്ങനെ പലതരത്തിലായിരിക്കും.
മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സമയം വളരെ ഉത്തമമാണ്. നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ ലഭിക്കും. ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പലരെയും സംബന്ധിച്ച് പലതരത്തിൽ അവരവരുടെ ജോലിയിൽ, അവരവരുടെ ആരോഗ്യകാര്യങ്ങളിൽ, ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒക്കെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ മകരം രാശിക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. പ്രത്യേകിച്ചും ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറി ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിന് സുഖം, സന്തോഷം ലഭിക്കും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും. ശുഭകരമായിട്ടുള്ള ചിലവുകൾ നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പകുതി വഴിയിൽ മുടങ്ങിയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. അതായത് ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല, പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള ശുഭ ചിലവുകൾ നടക്കുക. ഗൃഹപ്രവേശം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി മകരം രാശിക്കാരുടെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തും. 6ാം ഭാവം എന്ന് പറയുന്നത് തന്നെ രണരോഗ ശത്രുസ്ഥാനമാണ്. കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ, അങ്ങനെ എല്ലാ നെഗറ്റീവുകളും അടങ്ങുന്ന ഭാവം. ആ 6ാം ഭാവത്തിൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച, നന്മകളൊക്കെ ലഭിക്കുന്ന സമയമാണ്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ, എതിർപ്പുകൾ ഒക്കെ വിട്ടുമാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരിരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പാപനായിട്ടുള്ള വ്യാഴം 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം വളരെ വളരെ ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവെ വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി കാലഘട്ടം കുംഭം രാശിക്കാരെ എങ്ങനെ സ്വാധീനിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ളൊരു മാറ്റത്തിൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സാമ്പത്തികപരമായിട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം. 10 രൂപ ചിലവഴിക്കേണ്ട സ്ഥാനത്ത് 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്നു. നമ്മുടെ കൈകളിലേക്ക് ഒരു ജോലി ചെയ്തിട്ട് ഒരു പണം വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ചിലവുകൾ അപ്പോഴത്തേക്ക് വന്നു ചേരുക. ആ പണം അതേപോലെ നഷ്ടപ്പെട്ടു പോവുക, പാഴ്ചിലവായിട്ട് പോകുന്നു എന്ന് പറയുന്നതാണ് ഉചിതം. കടം വാങ്ങി വരെ ചിലവഴിക്കേണ്ട അവസ്ഥകൾ, അനുഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കുംഭം രാശിക്കാർക്ക് വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ആ പാഴ്ചിലവൊക്കെ വിട്ടുമാറി ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് അനുഭവത്തിൽ വരിക. എത്ര വലിയ കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്ന ഒരു കുംഭം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം അനുഭവിച്ചറിയുവാൻ സാധിക്കും. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് എത്ര വലിയ കടബാധ്യതകളെയാണെങ്കിലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടി സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്തുള്ള വക്രഗതി വളരെ നല്ല നേട്ടങ്ങൾ, നന്മകൾ നൽകും. നിങ്ങൾക്ക് ധാരാളം ധനവരവ് ലഭിക്കും. അതുമൂലം ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. 5ാം ഭാവമെന്ന് പറയുന്ന പൂർവ്വപുണ്യസ്ഥാനമായതുകൊണ്ട് നിങ്ങളുടെ പൂർവിക വഴിയിൽ നിങ്ങൾക്ക് പല നന്മകളും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളുടെയും ഫലം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും ദാമ്പത്യപരമായിട്ടാണെങ്കിലും ഒക്കെ അതിലൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ കഴിഞ്ഞ സമയത്ത് പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അനുഭവമുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. കുംഭം രാശിക്കാർക്ക് ഈ ഒരു സമയം സ്വന്തമായ ഭൂമി, ഗൃഹത്തിന് ഒക്കെയുള്ള യോഗമുള്ള സമയമാണ്. ഗൃഹനിർമ്മാണമൊക്കെ മുടങ്ങി ആ പകുതി വഴിയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും.
നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവമുണ്ടാകും. കുടുംബ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമതകളും വിട്ടുമാറി ആ സ്വന്തം ബന്ധങ്ങളിലൊക്കെ ദൃഢത ലഭിക്കുന്ന സമയം. നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കും എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത നന്മകളുടെ ഫലം നിങ്ങൾക്ക് തന്നെ തിരിച്ച് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. എല്ലാ തരത്തിലും കുംഭം രാശിക്കാർക്ക് സമയം വളരെ ഉത്തമമാണ്. അതുപോലെ പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നന്മകളാണോ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത് അതൊക്കെ ലഭിക്കുന്ന സമയം. നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുന്ന സമയം, അവർക്ക് ഉപരിപഠനം, വിദേശ പഠനത്തിനുള്ള യോഗം, വിദേശ ജോലി ലഭിക്കുന്ന സമയം, അതുപോലെ ജോലിയിൽ സ്ഥിരത ലഭിക്കുന്ന സമയം. ഒരുപാട് നാളുകളായി കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി അവർക്ക് അനുയോജ്യമായ നല്ല മംഗല്യ ഭാഗ്യം ലഭിക്കും. ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ സന്താന ഭാഗ്യം ലഭിക്കുന്ന സമയം. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുംഭം രാശിക്കാർക്ക് അവരവരുടെ സന്താനങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്തു നൽകാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് കുംഭം രാശിക്കാർക്കും മനസ്സ് നിറയുന്ന, മനസ്സിന് സുഖം, സമാധാനമൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. കുംഭം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി പല നന്മകളും ഭാഗ്യാനുഭവങ്ങളും ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകും എന്നുള്ളതാണ്. പലർക്കും ഭൂമി, ഗൃഹയോഗങ്ങളും വണ്ടിവാഹന യോഗങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും. ചെറുതാണെങ്കിലും നിങ്ങൾക്കും ഒരു സമ്പാദ്യം അനുഭവത്തിൽ വരുന്ന സമയം. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരവർക്കും അവരവരുടെ കുടുംബത്തിനും വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ആ കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ആ കുടുംബത്തിൽ പല മംഗളകരമായിട്ടുള്ള കാര്യങ്ങളും ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു സമയമാണ്. കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ ലഭിക്കും. എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറുകയും ചെയ്യും. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.